നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. ഹയർ എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് കത്ത് നൽകിയത്. വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കാണ്. സലീം, ഈ നീറ്റ് പരീക്ഷയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നു. ചില സെന്ററുകളിൽ 5-6 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുന്നു. ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു കത്തയച്ചിട്ടുണ്ടല്ലോ ഈ വകുപ്പുകൾക്ക്. ക്രിസ്റ്റീന, അതെ, ഈ നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഒരു പരാതി പ്രവാഹം ഉണ്ടായത്. ഒന്നാം റാങ്കുകാരുടെ എണ്ണം കൂടിയത്, ഒപ്പം ഹരിയാനയിലെ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ 6 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലായിരുന്നു വലിയ തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടായത്. ആ വിഷയം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ആശങ്കകൾ, വിദ്യാർത്ഥികളുടെ പരാതികളും ഒപ്പം തന്നെ ആശങ്കകളും ആക്ഷേപങ്ങളും പരിഹരിക്കണം, അതിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രതിപക്ഷ നേതാവ് കേന്ദ്ര സർക്കാരിന് അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നത്. ഹയർ എഡ്യൂക്കേഷന്റെയും ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മന്ത്രാലയങ്ങളിലെയും സെക്രട്ടറിമാർക്കാണ് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ആരോപണങ്ങൾക്ക്, നിലവിൽ ഈ ഉയർന്നിരിക്കുന്ന പരാതികൾ അത് ചോദ്യപേപ്പർ ചോർന്നു എന്ന ആരോപണങ്ങൾക്ക് ആധികാരികത നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഈ അന്വേഷണങ്ങളിൽ സമഗ്രമായ അന്വേഷണം വളരെ വേഗത്തിൽ നടത്തണമെന്നും വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദേശീയ തലത്തിലും ഈ വിഷയത്തിൽ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ വലിയ നിലയിലേക്കുള്ള വിവാദങ്ങളിലേക്കും പരാതികളിലേക്കുമായി കടക്കുകയാണ് നീറ്റ് പരീക്ഷാ വിവാദം. ശരി, സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.